ദൈവമേ, വസൂരി വന്ന അമ്മമ്മ ഇവിടെ കിടന്ന മരിച്ചത്. മുറുക്കാൻ ചെല്ല അടിച്ചു മാറ്റിയതിന് പ്രതികാരം ചെയ്യാൻ വന്നതാണോ? ഇന്ന് എന്താ ആഴ്ച? ഇന്ന് വെള്ളിയാഴ്ച ആണല്ലോ. വെള്ളിയാഴ്ചക്ക് വരാൻ കണ്ടത് നേരം. ഇത് തന്നെ, മരിക്കുമ്പോ പുതപ്പിച്ച അതേ പുതപ്പ് തന്നെ. എന്റെ പൊന്നു വസൂരി വല്യമ്മേ, ഈശ്വര അടുത്തെത്തി. കരിയല്ല പറക്കുന്നുണ്ട്. പേടിപ്പിച്ച് കളഞ്ഞല്ലോടാ പുടുന്താനെ. 10-20 റബ്ബർ ഷീറ്റ് അടിച്ചു മാറ്റാൻ മനുഷ്യൻ എന്തോരം കിടന്ന് കഷ്ടപ്പെടുന്ന അറിയാമോ? എന്ന് പറഞ്ഞാൽ എങ്ങനാ? മുതലാളി ഉറങ്ങാതെ എനിക്ക് താക്കോൽ കൊണ്ടുവരാൻ പറ്റുമോ? വന്ന് അയാൾക്ക് ഇപ്പൊ ഉറക്കമില്ലാതായി. ചേട്ടന്റെ അല്ലേ അമ്മാവും, പിന്നെങ്ങനെ ഉറങ്ങും? ഇങ്ങനെ ഉറങ്ങാതിരുന്ന ഒരു ദിവസം ഞാൻ അയാൾക്ക് പാഷാണം കലക്കി കൊടുക്കും. അതെ, പാഷാണം കലക്കുമ്പോഴേ വല്ല പാൽപ്പായസത്തിലോ ഐസ്ക്രീമിലോ ഒക്കെ കലക്കണം. അതെന്തിനാ? എന്റെ മുതലാളി സന്തോഷായിട്ട് മരിക്കട്ടെ. നീയാടാ സ്നേഹമുള്ളവൻ. ആ താക്കോലിങ്ങെടുക്ക്. ഓ സിൽത്തിലാകെ സിൽത്തിലാകെ. ഇതെന്താ വലുതാവാത്ത? വലുതാവും. നിന്റെ മുതലാളി സ്വർണ്ണക്കട തുടങ്ങട്ടെ. തല തകർന്നു. തന്നോട് ഈ സ്കൂളുകാരൻ ഞെട്ടിക്കാനാണ് പറഞ്ഞത്, അല്ലാതെ എന്റെ തല പൊട്ടിക്കാനല്ല. മനസ്സിലായോ? ഓ, ആരോടാ? പുതിയ പോസ്റ്റിംഗ് നടത്തിയിട്ട് കീശ വീർപ്പിച്ചിട്ടുള്ള വരവാ. വല്ലതും തരുവായിരിക്കും. ഓ, എവിടാ ഫയർഫോഴ്സിന് മിസ് കോൾ അടിക്കുന്ന മോന്? നമസ്കാരം. അത് വേണ്ട. കല്യാണം കഴിച്ചോണ്ട് വന്നതൊന്നും അല്ലല്ലോ, ഇടത് കാലി തന്നെ മതി. സാറിന്ന് വരോ? കുഞ്ഞിന്ന് സംസാരിക്കണോ? എനിക്ക് മുഖത്ത് നോക്കി സംസാരിക്കാനുള്ളതാ. സാറിന്ന് വരുമെന്ന് എനിക്ക് തോന്നി. മാനേജർക്ക് അങ്ങനെ തോന്നിയെന്ന് എനിക്കും തോന്നി. സാറൊരു കാര്യം, കീഴ് ജീവനക്കാരെ കടിച്ചു കീറി തിന്നുന്ന വ്യാഘ്രമാണ് ഞാനെന്ന് മാനേജർക്ക് അറിഞ്ഞൂടെ? അറിയാം. എന്നിട്ടാണ് കയറി പ്രേമിക്കാൻ വന്നത്. എത്തുമെന്തിയെ അകത്തുണ്ട്. എല്ലാം കൃത്യമായി നടക്കുന്നു എന്നുള്ളൊരു അഹങ്കാരം എച്ചമ്മിന്റെ മുഖത്തുണ്ട്. ഹലോ, നമുക്കും ഉണ്ട്. അയ്യോ, ആ സാറിന് വെറുതെ തോന്നിയതാ. അഹങ്കാരം എന്താണെന്ന് ഞങ്ങൾക്ക് രണ്ടുപേർക്കും അറിയില്ല. ആണ്. അൺഎക്കണോമിക്കലായ സ്കൂളുകളിലൊക്കെ പൂട്ടാനാണ് ആലോചന. ഈ സ്കൂൾ വളരെ എക്കണോമിക്കാണ് സാർ. ആണോ? എന്നിട്ട് അതിന്റെ ലക്ഷണമൊന്നും കാണുന്നില്ലല്ലോ. അയ്യോ, പുതിയ പോസ്റ്റിംഗ് ഒക്കെ നടന്നതല്ലയോ? അതത്ര കാര്യമായിട്ടൊന്നും. ആ പുതിയ സാർ എങ്ങനെയുണ്ട്? കുഴപ്പമില്ല സാർ, നന്നായി പഠിപ്പിക്കുന്നുണ്ട്. വേണം ഇങ്ങോട്ട് വിളിപ്പിക്കാം. വേണ്ട, ഇരയെ അങ്ങോട്ട് പോയി പിടിക്കുക എന്നുള്ളതാണ് എന്റെ രീതി. എന്റെ ഉമ്മേ, ആ ഗ്രേസി ടീച്ചറില്ലേ, അവിടെ വിചാരം ലോക സുന്ദരിയാണെന്ന്. എന്ത് പറയാനാ? സുവോളജി ടീച്ചറാണല്ലേ? അറിയൂ 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 അറിയൂ. കെമിസ്ട്രി ആണല്ലേ? ഭർത്താവ് ഗൾഫിൽ നിന്ന് വന്ന. ഇവനാണോ സൽസ്വഭാവത്തിന് അർജുന അവാർഡ് കിട്ടിയ പുതിയ നിയമനം? അതെ. അതെ, സാറ് ഫ്രീ ആണോ? അതെ, ഫ്രീ ആണ്. മനസ്സിലായില്ല. DO എന്ന് പറയും. എന്ന് വെച്ചാൽ ഡെയിലി എവിടെ നിന്നെങ്കിലും ഓസുന്നവൻ എന്നല്ല. ഡിസ്ട്രിക്ട് എഡ്യൂക്കേഷൻ ഓഫീസറാണ്. അത് മാത്രമല്ല, കീഴ് ജീവനക്കാരെ കടിച്ചു കീറുന്ന ഒരു വ്യാഘ്രമാണ് ഞാൻ. വ്യാഘ്രം. പക്ഷേ കണ്ടാ പറയില്ല. ഇല്ലേ? എന്നാ വഴിയെ അറിഞ്ഞോളും. അറിയിക്കും ഞാൻ. ഫുള്ളു മീ യു. വിവരം കിട്ടവൻ. ഡെയിലി 100-200 കൊണ്ടുവരുമ്പോ ഈ ക്യാൻറ്റീൻകാർക്കൊന്ന് ചോദിച്ചൂടെ? കാന്റീനിൽ സാധനം മേടിക്കാൻ വരുന്ന കുട്ടികളോട് നിങ്ങൾക്ക് കാശ് വീട്ടിൽ നിന്ന് തന്നയച്ചതാണോ അതോ മോട്ടിച്ചതാണോ എന്ന് ചോദിക്കാൻ പറ്റൂ? എന്നാ പിന്നെ ക്യാൻറ്റീൻ അങ്ങ് നിർത്തിക്കൂടെ? കാന്റീനിൽ നിന്ന് സാധനങ്ങൾ മേടിക്കാൻ കുട്ടികൾ വീട്ടിൽ നിന്ന് പണം മോഷ്ടിക്കുന്നു, അതുകൊണ്ട് കാന്റീൻ പൂട്ടിക്കൂടെ എന്നാണ് ജോർജ് ചോദിക്കുന്നത്. No, Mr. George. If you have any complaints, you can take away your child. Chaku sir, yes, we have an urgent meeting. Please come with me. Okay. ഇതാ കുഴപ്പം. എന്തെങ്കിലും ഒരു പരാതി പറയാൻ വന്ന കുട്ടിയെ മാറ്റിക്കോളാൻ. എങ്ങോട്ട് മാറ്റും? എങ്ങോട്ട് പോയാലും ഇത് തന്നെ സ്ഥിതി. അല്ലേ പിന്നെ സ്വന്തമായിട്ടൊരു സ്കൂൾ അങ്ങോട്ട് തുടങ്ങണം.
സത്യം പറഞ്ഞ അതാ നല്ലത്. സ്കൂൾ തുടങ്ങിക്കോ, ഞാനൊരു പാർട്ണർ അയക്കാം. അതെന്ത് ഓടി അതെങ്ങനെ ആവുമെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. നിന്നെ ഇഷ്ടമുള്ളതുകൊണ്ടല്ലേ ഞാൻ ഇപ്പോഴും വിളിച്ചോണ്ടിരിക്കാം. അതുപോലെ നിന്റെ അച്ഛൻ എന്നാ ദുബായിക്ക് പോണെന്ന് പറ. ആണോ? അത് കഴിഞ്ഞ് നീ എങ്ങനെയും കാണാൻ ഗ്യാപ്പ് ഉണ്ടാക്കടി. ഞാൻ അമ്മയുടെ കോളാ. എന്താ ഇത്? അത് മൊബൈൽ ഫോൺ. ഇത് ക്ലാസ്സിൽ വെച്ച് വിളിക്കരുതെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ? മെസ്സേജ് ചെയ്യാവോ? മെസ്സേജ്